ക്രിക്കറ്റ് സംബന്ധമായ എല്ലാവിധ വാർത്തകൾക്കും ന്യൂസ് അപ്ഡേറ്റുകൾക്കും അതേപോലെ തന്നെ മാച്ച് അനാലിസിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി. ഹായ്, വെൽക്കം. 2025 അപേക്ഷിച്ച് 2026 നമുക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വർഷമാണ്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കായിക ലോകത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് 2020 വേൾഡ് കപ്പ്, IPL, WPL, അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഹോക്കി വേൾഡ് കപ്പും ഈ വർഷം ആണ് നടക്കുന്നത്. ക്രിക്കറ്റ് സംബന്ധമായ എല്ലാവിധ ന്യൂസുകളും WPLുമായും വിമൻസ് ക്രിക്കറ്റുമായും ബന്ധപ്പെട്ട ന്യൂസുകൾക്കും IPLുമായി ബന്ധപ്പെട്ട ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും അതേപോലെ തന്നെ മാച്ച് അനാലിസിസുകൾക്കും എല്ലാം ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നതാണ്. അതിനായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി. ഇന്ന് ആരംഭിക്കുന്ന WPLന്റെ 4ാം എഡിഷനിൻ്റെ മാച്ച് അനാലിസിസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. WPL 4ാം എഡിഷൻ 2026 ഇന്ന് വൈകുന്നേരം ആരംഭിക്കുകയാണ്. പ്രഥമ ചാമ്പ്യന്മാരായ നിലവിലെ ചാമ്പ്യന്മാരും കൂടിയായ മുംബൈ ഇന്ത്യൻസും അതേപോലെ തന്നെ 2ാം ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. സ്മൃതി മന്ദാനയുടെ തുറുപ്പുചിട്ടായ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ എല്ലിസ് പെരിയുടെ അഭാവം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേകത. എല്ലിസ് പെരിയുടെ അഭാവത്തിൽ ആരായിരിക്കും കോണ്ടൗണിൽ ഇറങ്ങുക എന്നതും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ചുക്കാമ്പിടിക്കുന്നതും കണ്ടു തന്നെ അറിയണം. മറുഭാഗത്താണെങ്കിൽ ഹർമൻപ്രീതിൻ്റെ മുംബൈ ഇന്ത്യൻ വലിയൊരു കരുത്തുമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് നേടിയ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് ഒരുപാട് ഫാൻസുകളും ആത്മധൈര്യവും കൂടിയാണ് വരുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ തീപ്പാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ കൊല്ലത്തെ 3 വർഷ എഡിഷനേക്കാൾ കൂടുതൽ ഫാൻസുകളും ഇപ്രാവശ്യം WPLനുണ്ടായിരിക്കും. കാണികകളും ഒരുപാട് കൂടുതലുണ്ട്. അത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന വിമൻസ് ടൂർണമെൻറ്റിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാച്ചുമായി ബന്ധപ്പെട്ട അനാലിസിസുകളും റിപ്പോർട്ടുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കാം. ബൈ. എല്ലാവിധ വാർത്തകൾക്കും ന്യൂസ് അപ്ഡേറ്റുകൾ